പാല്. കല്യാണി, ഞാൻ അടുത്ത് വന്നിട്ടും നീ അറിഞ്ഞില്ലേ? നീ എന്താ ഇത്ര ഗൗരവത്തിൽ ആലോചിക്കുന്നത്? അത് ഗുരുജിയെ കുറിച്ച് ആലോചിച്ചതാ വലിയ. ഗുരുജിയെ കുറിച്ച് ഇപ്പൊ ഇത്രയേറെ ആലോചിക്കാൻ എന്തിരിക്കുന്നു? ഗുരുജിക്ക് ഞാൻ പാല് കൊണ്ടു ചെന്നപ്പോ അദ്ദേഹം എന്നെ സൂക്ഷിച്ചു നോക്കി. അപ്പം മുതലേ എനിക്ക് മനസ്സിന് വല്ലാത്തൊരു പേടി. ഗുരുജി നിന്നെ സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയാം. ഗുരുജി നിന്നെ തൃച്ചംബരത്ത് നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞിരുന്ന കാര്യം ഞാൻ എങ്ങനെ നിന്നോട് പറയും? അല്ല, ഗുരുജി നിന്നെ സൂക്ഷിച്ചു നോക്കി എന്നുള്ളതൊക്കെ നിന്റെ വെറും തോന്നല കല്യാണി. പക്ഷേ അദ്ദേഹത്തിന്റെ നോട്ടത്തിൽ എന്തോ അർത്ഥം ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരോടും എനിക്കൊരു വിഷയം പറയാനുണ്ട്. അതാ ഞാൻ തിരക്കി വന്നത്. എന്താ സർ, പറയൂ. ഗുരുജി വീട്ടിൽ വന്ന കാര്യവും സ്ഫടികലിംഗം കൊടുത്തിട്ട് പോയ കാര്യവും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഉവച്ച അറിഞ്ഞു. സ്ഫടികലിംഗം വെച്ച് പൂജ തുടങ്ങിയപ്പോ ഞങ്ങളുണ്ടായിരുന്നു. സ്ഫടികലിംഗം പൂജാമുറിയിൽ വെച്ച് പൂജിക്കുന്ന കാര്യം മാത്രമേ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവൂ. എന്നാൽ അത് മാത്രമല്ല അതിന്റെ ഉദ്ദേശം. പിന്നെ ഞാൻ വിശദമാക്കാം. ഈ സ്ഫടികലിംഗം ഇവിടുത്തെ കുടുംബക്ഷേത്രക്കുളത്തിൽ നിമഞ്ജനം ചെയ്യണം. ഈ കാര്യം 2 മരുമക്കളെയും അറിയിക്കുകയും 14ാമത്തെ പൗർണമി ദിവസം അവരെ കുളത്തിലിറക്കുകയും ചെയ്യുക. മരുമക്കളിൽ ആരുടെ കൈകളിലാണോ ഇതാദ്യം കിട്ടുന്നത് അവർക്ക് മാത്രമാണ് ഇത് പരിപാലിക്കാനുള്ള യോഗ്യത. ഗംഗയാണോ നന്ദനയാണോ സ്ഫടികലിംഗത്തെ വെച്ച് പൂജിക്കേണ്ടത് എന്നൊരു മത്സരം കൂടിയാണ്. അതായത് തൃച്ചംബരത്തെ പൂർണ്ണ അധികാരിയായി വരാൻ യോഗ്യതയുള്ളവൾ ആരാണ് എന്നറിയാനുള്ള ഒരു മത്സരം. സ്ഫടിക ശിവലിംഗം നേടാൻ യോഗ്യതയും അർഹതയും ഉള്ളവൾ എന്റെ മൂത്ത മരുമകൾ കല്യാണിയാണ്. പക്ഷേ ഈ മത്സരാർത്ഥികളുടെ ലിസ്റ്റിൽ കല്യാണിയുടെ പേരില്ല. അതാണ് എന്റെ ടെൻഷൻ. അതൊന്നും സാരമില്ല. ഇനി ഞാനും നന്ദിനിയും കൂടിയാണ് മത്സരമെങ്കിൽ കൂടി നന്ദിനിക്ക് വേണ്ടി ഞാൻ മനഃപൂർവ്വം തോറ്റു കൊടുക്കും. പക്ഷേ ആ ഗംഗ, ആ മനസ്സെനിക്കറിയാമോ. പക്ഷേ ഗംഗയുടെ കയ്യിൽ ഒരിക്കലും ആ ശിവലിംഗം കിട്ടാൻ പാടില്ല. അത് തൃച്ചംബരത്തിന്റെ നാശമാണ്. അച്ഛൻ പറഞ്ഞതാ ശരി. ആനന്ദ്, ഈ ഗംഗ നാഗമഠത്തെ പ്രിയങ്കയുടെ അനുജത്തിയാണെന്ന് അഖിലെ ബോധ്യപ്പെടുത്താനുള്ള ഏതോ തെളിവുകൾ നീ ശേഖരിക്കാൻ പോയിട്ട് അതിനെപ്പറ്റിയൊന്നും പിന്നെ കേട്ടില്ലല്ലോ. ആ ഗിരീഷ് മേനോന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? അതച്ച, ഗിരീഷ് മേനോൻ അനുഭവിച്ചത് ക്രൂരമർദ്ദനം മാത്രമായിരുന്നില്ല. ആ പ്രിയങ്ക അയാളുടെ സിരകളിലേക്ക് മാരകമായ ഡ്രഗ്സ് ഇഞ്ചക്ട് ചെയ്യായിരുന്നു. ബ്രെയിൻ തകർക്കാനുള്ള ശ്രമം. എന്തായാലും മേനോൻ സാറിന് നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ടെന്നാ ഡോക്ടർ വേണുവിനെ വിളിച്ച് പറഞ്ഞത്. എങ്ങനെയെങ്കിലും ആ സത്യം അഖിലെ ബോധ്യപ്പെടുത്തി ഗംഗ എവിടെ നിന്ന് പുറത്താക്കണം. എന്നാൽ ഇപ്പോൾ വേണ്ടത് ഗംഗയുടെ കൈകളിൽ ആ സ്ഫടിക ശിവലിംഗം എങ്ങനെ എത്താതിരിക്കാം എന്നതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. വഴിയുണ്ടാക്കാം. ശരി. സമയം ഒരുപാടായി. അച്ഛൻ തിരക്കും. ഞാൻ പോട്ടെ.
ഗംഗെ, നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ആ സ്ഫടിക ശിവലിംഗത്തെക്കുറിച്ച് അഖില നിങ്ങളോട് പറഞ്ഞതൊക്കെ വെറും നുണയാ. തീർത്ഥാടന കാലത്ത് ഗംഗാ നദിയിൽ മുങ്ങിപ്പോയപ്പോ ഗുരുജിക്ക് കിട്ടിയ സ്ഫടിക ശിവലിംഗം ഗുരുജി നേരെ തൃച്ചംബരത്ത് കൊണ്ട് അഖിലയ്ക്ക് കൊടുത്തു. അഖില അത് നേരെ കുടുംബക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുചെന്ന് അഗാധതയിലേക്ക് ആഴ്ത്തി സമർപ്പിക്കുന്നു. ആലോചിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതിലൊക്കെ എന്തോ വല്ലാത്തൊരു ദുരൂഹതയുണ്ട്. ഇതിലെ സത്യം അഖില നിങ്ങളിൽ നിന്നും മറച്ചു വച്ചിരിക്കുവോ? അതെ പ്രിയങ്കെ, ഈ സംശയം എന്റെ മനസ്സിലും തോന്നിയത് തന്നെയാ. ഇതിലെന്തോ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ രഹസ്യം എന്താണെന്ന് കണ്ടെത്തണം. പ്രിയങ്ക വിഷമിക്കണ്ട. ഇതിന്റെ പിന്നിൽ എന്ത് രഹസ്യം ഉണ്ടെങ്കിലും അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. സൂക്ഷിച്ചു വേണം എല്ലാം കൈകാര്യം ചെയ്യാൻ. എനിക്കും നിനക്കും ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് പലതും ചെയ്യേണ്ടി വരും. തൃച്ചംബരത്തൊരു കുരുതിക്കളം, അത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. എങ്കിൽ വൈകണ്ട, പൊയ്ക്കോ. ശരി. കൊളക്കടവിലേക്ക് പോവുകയല്ലേ? അതെ തിരുമേനി, ഇവിടെ വന്ന് തൊഴുതിട്ട് പോവാന്ന് കരുതി. നന്നായി. ഇവിടുത്തെ പൂജ കഴിഞ്ഞാൽ ഞാൻ അങ്ങ് എത്തിക്കോളാം. വാ വാ. ആന്റിയും മറ്റുള്ളവരും കൊളക്കടവിൽ എത്തും മുമ്പ് നമുക്കവിടെ ഹാജരാവണം. ഇല്ലെങ്കിൽ പിന്നെ വൈകി ഇതിന്റെ കാരണം കാണിക്കേണ്ടി വരും. ഞാനൊരു കാര്യം ചോദിച്ചാ എന്നോട് സത്യം പറയോ? ഞാൻ എന്തെങ്കിലും കാര്യം കള്ളം പറഞ്ഞതേ കല്യാണിക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെന്താ അങ്ങനെ ഒരു ചോദ്യം? എന്തുകൊണ്ടാ വല്യുഞ്ഞ് എന്റെ കഴുത്തില് താലി ചേർത്തിന്നറിഞ്ഞപ്പോ നന്ദനിക്ക് എന്നോട് വെറുപ്പ് തോന്നാതിരുന്നത്? ഉത്തരം പറയ്. നിന്നെ എനിക്ക് അറിയാവുന്നത് കൊണ്ടും നിന്റെ മനസ്സിന്റെ ഉള്ളു കണ്ടതുകൊണ്ടും സത്യം പറഞ്ഞ ഞാൻ നിന്നെപ്പോലെ ആകണമെന്ന് എവിടെയോ ആഗ്രഹിക്കുന്നുണ്ട്. ആ നിന്നെ എനിക്ക് എങ്ങനെ വെറുക്കാൻ കഴിയും? മറിച്ച് നീ തൃച്ചംബരത്തെ മൂത്ത മരുമകളല്ലായിരുന്നെങ്കിൽ എനിക്ക് നിന്നോട് വെറുപ്പ് തോന്നുമായിരുന്നു. ഓ, ഇത്രയും പുകഴ്ത്തല് വേണോ? ഞാനങ്ങ് പൊങ്ങിപ്പോവും. സത്യങ്ങൾ ഒരിക്കലും പുകഴ്ത്തലല്ല കല്യാണി. എല്ലാം കൊണ്ടും ആനന്ദിനും ആ കുടുംബത്തിനും യോജിച്ച മൂത്ത മരുമകള് തന്നെയാ നീ. അഖിലാന്റിക്ക് ഉള്ളിന്റെ ഉള്ളില് നിന്നോട് ഭയങ്കര ഇഷ്ട. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി വെറും അഖിലാണ്ടേശ്വരി ആയിരുന്നെങ്കിൽ ഉറപ്പായി നിന്നെ തേടി വന്ന് ആനന്ദിനെ കൊണ്ട് എന്നേ കെട്ടിച്ചാന്. ഓ, അപ്പോ തൃച്ചംബരം എന്ന വീട്ടുപേരാണ് കുഴപ്പം. ഇനി അത് മാറ്റാൻ പറ്റുമോ? പിന്നെന്താ, അക്ഷയ സെന്ററിൽ പോയി അപേക്ഷ കൊടുത്താ മതി. പക്ഷേ വേറെന്ത് പേരിടും? ആനന്ദാലയം നാക്കിയാലോ? ആ, കൊള്ളാം. പോവാ.
ഭാഗ്യം അവരിതുവരെ എത്തിയിട്ടില്ല. സ്വാമി, ഇതാ. ദാ. പോയി തൊഴുതു വന്നോളൂ. ഞങ്ങള് തൊഴുതു വന്നതാ. ഓക്കെ ഓക്കെ, വരൂ. തൊഴുതോളൂ. ശിവം ശിവകരം ശാന്തം ശിവാത്മനം ശിവോത്മനം ശിവമാതൃകം പ്രാണേ നമഃ പ്രണോസ്മി സദാശിവം. ഓം നമഃ ശിവായ. നമഃ ശിവായ. ശിവം ശിവകരം ശാന്തം ശിവാത്മനം ശിവമാർഗം പ്രണേ നമഃ പ്രണനോസ്മി സദാശിവം. നമഃ ശിവായ. ത്രിലോചനായ ഭസ്മാംഗരംഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നഖരായ നമോ നമഃ ശിവായ. ഗുരുജി പറഞ്ഞ പോലെ അഖിലാണ്ടേശ്വരി മേഡത്തിനോട് എല്ലാ സത്യങ്ങളും നീ വിളിച്ചു പറയണേ ഭഗവാനെ. കൈലാസനാഥനെ മനസ്സിൽ ധ്യാനിച്ച് 3 പ്രാവശ്യം മന്ത്രം ഉരുവിട്ട് സ്ഫടിക ശിവലിംഗം കുളത്തിലേക്ക് നിമഞ്ജനം ചെയ്യണം. ശരി സ്വാമി. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. നിൽക്കുക. മഹാദേവന്റെ ഉത്തരവ് കിട്ടട്ടെ. ഉത്തരവോ?
ശിവായ. ഓം നമഃ ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. സ്വാമി, ആ അതെ, ഭഗവാന്റെ അനുവാദം കിട്ടിക്കഴിഞ്ഞു. ശിവലിംഗം അതേപടി കുളത്തിലേക്ക് ഇറക്കി വിട്ടോളൂ. മാഡം, സ്വാമി, നമ്മുടെ ഗുരുജി പറഞ്ഞതുപോലെ 14-ാം ദിവസം പൗർണമി നാളിൽ വന്ന് ശിവലിംഗത്തെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി യഥാവിധി പൂജ ആരംഭിച്ചോളൂ. ശരി സ്വാമി. വരൂ. ആനന്ദ്, ആനന്ദ്, മോനെ, ആനന്ദ്, 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 അഖില, എന്തു പറ്റി അഖില? കൃഷ്ണേട്ടാ, നമ്മുടെ മോനെ ആരോ പിടിച്ചോണ്ട് പോയി. മോനെ കൊണ്ടുപോയെന്നോ? ആര്? എന്താ അഖില നിനക്ക്? എന്റെ കയ്യിൽ നിന്ന് ആനന്ദിനെ ആരൊക്കെ പിടിച്ചു വലിച്ചോണ്ട് പോയി കൃഷ്ണേട്ടാ. എന്താ അഖില ഇത്? ആനന്ദിനെ ആര് എവിടെ കൊണ്ടുപോയെന്ന്? നീ വെറുതെ ദുസ്വപ്നം കണ്ടിട്ട്
അഖില, നീ കിടന്നുറങ്ങും. നാളെ മുതൽ നിന്റെ മെഡിറ്റേഷൻ തുടങ്ങണം. അതിന്റെ ഏതൊക്കെ? അതിന്റെ ഒന്നും അല്ല കൃഷ്ണേട്ടാ. അഖില, നീ ഏത് നേരം വേണ്ടാത്തൊക്കെ ചിന്തിച്ചിരിക്കുന്നോണ്ടാ ഇങ്ങനെയൊക്കെ ദുസ്വപ്നങ്ങൾ കാണുന്നത്. നീ വന്ന് കിടക്കാൻ നോക്കും. ദുസ്വപ്നങ്ങളായി കാണിച്ചു തരുന്നതൊക്കെ വെറും തോന്നലുകളായി എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല കൃഷ്ണേട്ടാ. അഖില, ഇനി അതല്ല, നിന്റെ ഈ തോന്നലുകളൊക്കെ സത്യമാണെന്ന് വിചാരിക്കും. നേരെ ഒന്ന് വെളുത്തോട്ടെ, നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാം. വന്ന് കിടക്കുക. ഇതിനെങ്ങനെയാണ് പരിഹാരം കാണേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കൃഷ്ണയുടെ കിടന്നോളൂ. ശരി. ദുസ്വപ്നങ്ങളായി കാണിച്ചു തരുന്നതൊക്കെ വെറും തോന്നലുകളായി എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല കൃഷ്ണേട്ടാ. ഇതിനെങ്ങനെയാണ് പരിഹാരം കാണേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അഖില, അഖില, ഇതെവിടെ പോയി? അഖില, ഹലോ, നീ എവിടെ? ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങി കൃഷ്ണേട്ടാ. അത്യാവശ്യ കാര്യത്തിനോ? എന്താ അത്യാവശ്യം? നീ ഇപ്പൊ എവിടെ പോയത്? അതൊക്കെ വന്നിട്ട് പറയാം കൃഷ്ണേട്ടാ. ഐ ആം ബിസി നൗ. ഷാൽ ഐ കോൾ യു ലേറ്റർ? ഓക്കേ. ഞാനറിയാത്ത അത്യാവശ്യം ഇതെവിടെയാ പോയിരിക്കുന്നത്?
മുഖം കണ്ടാലറിയാം, മനസ്സ് മഹാസാഗരം പോലെ പ്രക്ഷുബ്ധമാണ്. നിങ്ങൾ എന്നെ പരീക്ഷിക്കാൻ വന്നതാണോ? ഈ ജാതകങ്ങൾ എന്നേ ചേർന്നിരിക്കുന്നു. ഇവർ തമ്മിലുള്ള കല്യാണം എന്നേ കഴിഞ്ഞു. ഇവർ 10-ൽ 10 പൊരുത്തമുള്ള ദമ്പതിമാർ തന്നെ. ജോൽസിന്റെ നാവിൽ നിന്നും അസത്യം വരരുത്. ജാതകങ്ങൾ ശരിക്കും നോക്കിയിട്ട് മറുപടി പറയണം. കോപിക്കേണ്ട മാഡം, ജാതകങ്ങൾ വിളിച്ചു പറയുന്ന കാര്യങ്ങളാ ഞാൻ പറഞ്ഞത്. വെച്ചാരാധിക്കുന്ന മൂർത്തികളാണ് സത്യം. ഈ നിലവിളക്കും ഉദിച്ചു നിൽക്കുന്ന ആദിത്യനും സത്യമാണെങ്കിൽ ഈ 2 ജാതകങ്ങളും ഭാര്യ ഭർത്താക്കന്മാരുടെ ജാതകങ്ങൾ തന്നെ. അന്നു മുതൽ ഇന്ന് വരെ ഇക്കാര്യങ്ങളിൽ എന്റെ മനസ്സിൽ ചില അസ്വസ്ഥതകളുണ്ട്. ഇന്നലെ രാത്രിയിൽ ഉറക്കത്തിൽ ആരും എന്റെ മകനെ പിടിച്ചുകൊണ്ട് പോകുന്നതായി ഞാനൊരു ദുസ്വപ്നവും കണ്ടു. ഇപ്പൊ എന്റെ മനസ്സിലെ പ്രശ്നം ആനന്ദും കല്യാണിയോ. അവര് തമ്മിൽ നേരത്തെ പൂർവജന്മ ബന്ധമുണ്ടോ ഗുരുജി? ജീർണ വസ്ത്രങ്ങളാകുന്ന ശരീരത്തെ ഭൂമിയിൽ ഉപേക്ഷിച്ച് ആത്മാവ് പറന്നകലുമ്പോൾ ഒരു ജന്മം പൂർണ്ണമാകുന്നു. ആ ജന്മം സഫലമോ വിഫലമോ ആകാം. ആത്മാവ് വിട്ടകന്നാൽ പിന്നെ ഒന്നുമില്ല. ആത്മാവില്ലാത്ത ശരീരം ജഡമാണ്. ആത്മാവിന് ഈ ഭൂമിയുമായിട്ട് ഒരു ബന്ധവുമില്ല. ആത്മാവിന് ഒരേ ഒരു ബന്ധമേ ഉള്ളൂ, അത് പരമാത്മാവുമായിട്ടുള്ള ബന്ധം. അപ്പോ പൂർവജന്മ ബന്ധം അതവിടെ നിൽക്കട്ടെ. സ്ഫടികലിംഗ പൂജ നടത്താൻ ഏതു മരുമകൾക്കാണ് യോഗ്യത എന്ന് വല്ല നിശ്ചയമുണ്ടോ? എന്റെ മനസ്സിലെ സംശയങ്ങൾക്ക് മറുപടി പറയാതെ ഗുരുജി സ്ഫടികലിംഗ പൂജയുടെ കാര്യം ചോദിക്കുന്ന എന്തിനാ? അത് പറയാം. ആരാണ് സ്ഫടികലിംഗ പൂജ ചെയ്യുന്നതെന്ന കാര്യത്തിൽ മനസ്സിൽ വല്ല തീരുമാനങ്ങളും ഉണ്ടോ? ഇല്ല ഗുരുജി. ഗംഗയും നന്ദനയും ഈ 2 പേരിൽ ആർക്കാണ് കൂടുതൽ യോഗ്യതയെന്ന് ഒരു തീരുമാനത്തിലെത്താൻ എനിക്ക് കഴിയുന്നില്ല. സമാധാനമായിരിക്കുക. അടുത്ത പൗർണമി നാളിൽ മനസ്സിലെ അശാന്തിക്കും സമാധാനമില്ലായ്മയ്ക്കും ശാശ്വതമായൊരു പരിഹാരമുണ്ടാവും. വരും, നോക്കാം.
എന്റെ മനസ്സിലെ പ്രശ്നങ്ങൾ ഇരട്ടിയാവൂന്ന് തോന്നുന്നല്ലോ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും തുറന്നു പറയൂ ഗുരുജി. അതെല്ലാം ഞാൻ അനുഭവിച്ചല്ലേ പറ്റൂ. പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. അതായത് ഇപ്പോ ആനന്ദിന്റെ ഗ്രഹനില ശരിയല്ല. ശത്രുക്കളുടെ ശക്തി വർദ്ധിച്ചിരിക്കുന്നതിനാൽ ആനന്ദിന്റെ ജീവന് തന്നെ ആപത്ത് കാണുന്നു.